കേരളത്തിൽ തുടർഭരണം ഉണ്ടാവുമെന്നും പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവുമെന്നുമാണ് കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മണിശങ്കർ അയ്യർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നടന്ന ആസൂത്രണ വകുപ്പ് സംഘടിപ്പിച്ച വിഷൻ 2031 എന്ന പരിപാടിയിലായിരുന്നു ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ഈ പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിലൊരു സെമിനാറിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്നു. കൂടാതെ രമേശ് ചെന്നിത്തല മുമ്പ് ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് കാണിച്ചിട്ട് അമർത്യ സെൻ, റൊമില തപ്പർ അടക്കമുള്ളവർക്ക് കത്തെഴുതിയിരുന്നു. സർക്കാർ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ പങ്കെടുക്കരുത്, ഇവിടുത്തെ സർക്കാർ സംഘപരിവാറിന് ഒത്താശ ചെയ്യുന്നവരാണ് എന്നായിരുന്നു രമേശ് ചെന്നിത്തല എഴുതിയ കത്തിലെ ചുരുക്കം. ഈ മണിശങ്കർ അയ്യർ ഇതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് പറഞ്ഞിരുന്നു. ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാത്മാഗാന്ധിയുടെ ദർശനം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളമാണ് എന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞത്. മണിശങ്കർ അയ്യർ ഇത്തരം പ്രസ്താവനകൾ വലിയ വിവാദമായതോടെ കോൺഗ്രസ് തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറയുന്നത് മുമ്പ് തന്നെ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇപ്പോഴില്ല എന്നുള്ളത് അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കാര്യമാക്കാനുള്ള ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഇതിൻ്റെ അകത്ത് ഈ വിഷയത്തിന് ശേഷവും മണിശങ്കർ അയ്യർ NDTVക്ക് കൊടുത്ത അഭിമുഖത്തിലും ഇടതുപക്ഷത്തെ പുകഴ്ത്തിയും കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം CPMനെ എതിർക്കുന്നതിൽ ഒന്നിച്ച് നിൽക്കുന്നതിനേക്കാൾ തമ്മിൽ എതിർക്കുന്നതിലാണ് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ താല്പര്യമെന്നാണ്. ഇതിലാണ് നിഷാദ്. ഈ മണിശങ്കർ അയ്യരെ അറിയാം, നേരത്തെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളും അറിയാം. ഒരു ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ അവർ എല്ലാവരും അറിയിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നൊക്കെ. അദ്ദേഹം വരുന്നു, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഇടതുപക്ഷ സർക്കാരിനെ പുകഴ്ത്തുന്നു. ഒരുപടി കൂടി കടന്ന് അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവുമെന്ന് പറയുന്നു. അല്ല, ഒരു കാര്യമുള്ളത്, ഇപ്പം കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരുമെന്ന് പറയുമ്പോഴാണ് വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് നേതാവ് തന്നെയാണ്. കോൺഗ്രസിൽ ഇപ്പോഴും ടെക്നിക്കലി അദ്ദേഹത്തെ കോൺഗ്രസ് പുറത്താക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് ആ വാർത്തയ്ക്ക്, ആ തലക്കെട്ടിന് ആ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇൻഫാക്റ്റ് അദ്ദേഹം കോൺഗ്രസുമായിട്ട് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ രൂപത്തിൽ ചേർന്നു പോകുന്ന ഒരാളല്ല. അത് മാത്രമല്ല, അദ്ദേഹവും കോൺഗ്രസും രണ്ട് വഴിക്കായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്മാരെന്ന് വിളിക്കുന്ന, അതിൻ്റെ ആത്മാവെന്ന് വിളിക്കുന്നത് ഗാന്ധി കുടുംബമാണ്. സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള അവരുടെ ഗാന്ധി കുടുംബം. ആ ഗാന്ധി കുടുംബമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എന്നോ വിച്ഛേദിക്കപ്പെട്ട ഒന്നാണ്. അദ്ദേഹം അവരുമായിട്ട് രണ്ട് വഴിക്കാണ് പോകുന്നത്. പറയുമ്പോൾ അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ്, പലതവണ കേന്ദ്രമന്ത്രി ആയാളാണ്, പാർട്ടിയിൽ തന്നെ പ്രധാനപ്പെട്ട പല കമ്മിറ്റികളുടെയും തലപ്പത്തുണ്ടായിരുന്ന ആളാണ്, രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ട് കുറേ കാലം പ്രവർത്തിച്ച ആളാണ്. ബട്ട് അദ്ദേഹവും ഗാന്ധി കുടുംബവും തമ്മിൽ ഒട്ടും നല്ല ബന്ധമല്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥാ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. 2010 ഞാൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ദിവസം സോണിയാഗാന്ധി രാവിലെ എന്നോട് വിളിച്ച് ചൂടായി, ഭയങ്കരമായി എന്നെ ഷൗട്ട് ചെയ്തു. എനിക്ക് മറുപടി പറയാൻ പോലും സമയം കിട്ടിയില്ല, അല്ലാതെ ചൂടായി എന്നാണ്. അതിന് കാരണം അദ്ദേഹം പറയുന്നത്, അത് ഈ പഞ്ചായത്തി രാജ്, ഗ്രാമീണ ശാക്തീകരണം പോലുള്ള ഐഡിയാസിന് വേണ്ടി നിരന്തരം സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഏത്തിസ്റ്റാണ്, ഭയങ്കര ഒരു നെഹ്റുവിയനാണെന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്ന പേരിൽ ചിദംബരത്തിൻ്റെ കാലത്ത് മാവോയിസ്റ്റുകളെ തീർക്കാൻ ഒരു സൈനിക പരിപാടി പ്രഖ്യാപിച്ചിരുന്നു. വലിയ തോതിലുള്ള അട്രോസിറ്റീസ് നടപ്പിലാക്കി കൊണ്ടുവന്നൊരു പരിപാടിയാണ്. വലിയ വ്യാപകമായ വിമർശനം അതിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നവർ ഓർക്കണം. ആ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് അല്ല മാവോയിസം എന്ന് പറയുന്ന പ്രശ്നത്തെ പരിഹരിക്കാനുള്ള മാർഗം. മറിച്ച് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ കൊണ്ടുവരികയും ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടും സഹകരിപ്പിച്ചുകൊണ്ടുമാണ് നമ്മൾ ഈ പറയുന്ന മിലിറ്റൻസിയെ പരാജയപ്പെടുത്തേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹം ആ വിമർശനം പറഞ്ഞു. ആ വിമർശനം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ചിദംബരത്തിന് ഇഷ്ടപ്പെട്ടില്ല. ചിദംബരം അന്ന് ഈ ഗാന്ധി കുടുംബമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളാണ്. ആ അസ്വസ്ഥത അദ്ദേഹം സോണിയാഗാന്ധി ധരിപ്പിക്കുന്നു. സോണിയാഗാന്ധി ആ അസ്വസ്ഥത ഏറ്റെടുത്തുകൊണ്ട് എന്നോട് ഭയങ്കരമായി കയർത്തു സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് ഫോൺ വെച്ച സോണിയാഗാന്ധി പിന്നെ തന്നോട് പേഴ്സണലി സംസാരിക്കാൻ തയ്യാറാവുന്നത് തന്നെ 15 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. 15 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് അപ്പോയിൻമെൻറ്റ് ഇടുന്നത്. അതുവരെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. AICC ജനറൽ സെക്രട്ടറി ആക്കാം അദ്ദേഹത്തെ എന്നൊരു പ്രപ്പോസൽ വന്നപ്പോൾ സോണിയാഗാന്ധി അത് തടഞ്ഞു. അദ്ദേഹം അനുസരണയില്ലാത്ത ആളാണ്. ഇന്നത്തെ ഈ കാലത്ത് ഇന്ത്യയിൽ ഈ കോൺഗ്രസ്സിന് വേണ്ടത് അനുസരണയുള്ള പ്രവർത്തകരും നേതാക്കളുമാണ്. പാർട്ടിക്കകത്ത് പാർട്ടിയുടെ സെറ്റപ്പിനെ മാനിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ പോകാൻ കഴിയൂ. പഴയ ഒരു ശിഥില സംസ്കാരത്തിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് വേണ്ട എന്ന് സോണിയാഗാന്ധി ഒരു പൊസിഷൻ എടുത്തു എന്ന് പറയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സോണിയാഗാന്ധി പറഞ്ഞു, ഒരു നിയന്ത്രിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് അദ്ദേഹം. സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുന്നു, പാർട്ടി താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് പോയി വർത്താനം പറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? ഡൗൺ പ്ലേ ചെയ്യാൻ, താഴേക്ക് താഴ്ത്താൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. അവിടെ അദ്ദേഹവും പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ടെക്നിക്കലി ഇതിനകത്ത് തന്നെ നിൽക്കുന്നു. പിന്നെ അദ്ദേഹം എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, ഞാനൊരു രാജീവ് ഗാന്ധിയുടെ കൂടെ വളർന്ന ആളാണ്. അദ്ദേഹം സിവിൽ സർവീസിലുണ്ടായിരുന്ന ആളാണ്. ആ ജോലി ഫോറിൻ സർവീസിലുണ്ടായിരുന്ന ആളാണ്. അത് രാജിവെച്ചിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്, പൊളിറ്റിക്സിലേക്ക് വരുന്നത്. രാജീവിൻ്റെ കൂടെ ഏറ്റവും അടുത്ത വിശ്വസനായി അദ്ദേഹം ഒരു 3-4 വർഷക്കാലം ഉണ്ടായിരുന്നു. അപ്പോൾ രാജീവിൻ്റെ ഒരു തലമുറയാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നെഹ്റുവിയനാണ്, രാജീവ് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്,
ഞാൻ രാഹുലിയനല്ല, എനിക്ക് രാഹുൽ ഗാന്ധിയായിട്ടല്ല എൻ്റെ ബന്ധം. രാഹുൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ്, ഞാൻ അതിനേക്കാൾ സീനിയർ ലീഡറാണ്, ഞാൻ പരിഗണിക്കപ്പെടേണ്ടതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതും ആ ലെവലിലാണെന്ന് വിശ്വസിക്കുകയും ഇപ്പോഴത്തെ സംസ്കാരത്തോട് വിയോജിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പുസ്തകങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഈ പറയുന്ന മതരാഷ്ട്രവാദം പോലെയുള്ള വർഗീയത പോലെയുള്ള ആശയത്തെ സമീപിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് പ്രശ്നമുണ്ടെന്ന് മണിശങ്കർ അയ്യർ പറയുന്നു. എന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളെ കുറച്ചുകൂടെ എന്താ പറയുന്നത്, അദ്ദേഹം ഒരു എയ്ത്തിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ചുകൂടി സെക്യുലർ ആയിട്ടുള്ള ഒരു എയ്ത്തിസ്റ്റ് കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് വേണം നമുക്കിതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ രാഹുൽ ഗാന്ധി കുറച്ചുകൂടി മതരൂപിയായിട്ടുള്ള ഒരു സമീപനം എടുത്തുകൊണ്ട് തന്നെ ഈ മോദി റെജീമിൻ്റെ കാലത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. അത് വിജയിക്കില്ല എന്ന അഭിപ്രായം ഉള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സമീപനത്തോടും രാഹുൽ ഗാന്ധി കൊണ്ടു നടക്കുന്ന ഒരു സെറ്റപ്പിനോടും അദ്ദേഹത്തിന് വിയോജിപ്പാണ്. നേരത്തെ തന്നെയും പി ചിദംബരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്തിട്ടുള്ള പൊസിഷൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഭാഗമാണിത്. ഇതാണോ വസ്തുത എന്ന് നമുക്കില്ല. രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അദ്ദേഹത്തോട് കയർത്തിട്ടുണ്ടെങ്കിൽ ആ കയർത്തതിൻ്റെ റീസൺ ഈ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത പൊസിഷനാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതിനൊരു യാഥാർത്ഥ്യമുള്ളത് തെറ്റിയിട്ടാണുള്ളത്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പലതും പാർട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നതും പാർട്ടിക്ക് പ്രയാസം ഉണ്ടാക്കുന്നതുമാണ്. മോദിയുമായി ബന്ധപ്പെട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം കീടം എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് മോദി ലോകം മുഴുവൻ പ്രസംഗിച്ചു നടന്നു. നീചാത്മി എന്ന് വിളിച്ചു, നീച വ്യക്തിത്വം എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് മോദി ഭയങ്കരമായിട്ട് ക്യാമ്പയിനിൽ എടുത്ത് ഉപയോഗിച്ച ഒന്നാണത്. പിന്നെയും ചായ്വാല 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവാനേ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കോൺഗ്രസ് ഓഫീസിൽ ചായ വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ വിവാദമായിരുന്നു. പിന്നീട് അദ്ദേഹം നിഷേധിച്ചു, ഞങ്ങളെ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മോദി ആവാനേ പോകുന്നില്ല, മോദിയുടെ വർഗീയ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ചായ്വാല ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് പിന്നെ ഒരു കാര്യമുണ്ട്, അപ്പുറത്തുനിന്നുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ എന്നെ അടിക്കാൻ വരുന്നത്, എന്നെ കൊല്ലാൻ വരുന്നത്, പിന്നെ ചായ്പേ ചർച്ചയായിട്ട് വികസിപ്പിക്കുന്നത് അത് ഉപയോഗിക്കാമെന്ന് പ്രശാന്ത് കിഷോർ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചായക്കാരുടെ മുന്നിൽ വെച്ച് മോദിയെ ഇരുത്തി ബ്രാൻഡ് ചെയ്യാൻ അത് മോദിക്ക് ഭയങ്കര ഗുണം ചെയ്തു. അത് വസ്തുതയാണ്. അത് കോൺഗ്രസിന് അതിർത്തി ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അല്ല, മോദിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, അയ്യോ എന്നെ അടിക്കാൻ വരുന്നത്, എന്നെ കൊല്ലുന്നത്, എന്നെ കളിയാക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ എടുക്കുക പുള്ളിയുടെ രീതിയാണ്. അപ്പോൾ അതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പാകിസ്ഥാൻ ആണവശക്തിയാണ്, നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മളതിനെ വാല്യൂ ചെയ്യണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ പാകിസ്ഥാൻ അനുഭാവ സമീപനത്തിൻ്റെ ഭാഗമാണെന്ന് വിശദീകരിക്കപ്പെട്ടു. അങ്ങനെ കുറേ ബുദ്ധിമുട്ട് പാർട്ടിക്ക് ഉണ്ടാക്കി. അതെല്ലാം ഇപ്പം പലതും മോദി കവിഞ്ഞ് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്, അത് കാണേണ്ട കാര്യമാണ്. പക്ഷേ ഇൻഫാക്റ്റ് ഒരു സംഗതിയുള്ളത്, അദ്ദേഹം പാർട്ടിയുമായിട്ട് സുഖത്തിലല്ല, രാഹുൽ ഗാന്ധിയുമായിട്ട് സുഖത്തിലല്ല. രാഹുൽ ഗാന്ധി പലതവണ ജയിച്ച കേരളത്തോട് അദ്ദേഹത്തിന് ആ പ്രശ്നം കാണും. KC വേണുഗോപാലിനോടത്തിന് കടുത്ത വിയോജിപ്പാണ്. KC വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യനോടുള്ള വിയോജിപ്പ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മോശം KCയെ പോലുള്ള ഗൂൺസ് അല്ല, പട്ടേലിരുന്ന കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നത് KCയെ പോലുള്ള ഗുണ്ട സ്വഭാവമുള്ള റൗഡികൾ ആണ് എന്ന് പറഞ്ഞാൽ അത്രയും വിയോജിപ്പുണ്ട്. അപ്പോൾ KCയുടെ MP ആയിട്ടുള്ള കേരളത്തോട് KC തന്നെയും പല മോഹങ്ങളുമായിട്ടുള്ള കേരളത്തിൽ അദ്ദേഹം വന്ന് ഈ വർത്തമാനം പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റെന്നുള്ള ക്വസ്റ്റൻ എടുത്താൽ പഞ്ചായത്ത് രാജിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനമാണ്. നമ്മൾ ജനകീയ ആസൂത്രണം കൊണ്ടുവന്ന് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ട് നടപ്പിലാക്കാൻ പണിയെടുക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ്. അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല, അത് വസ്തുതയാണ്. അദ്ദേഹം പഞ്ചായത്ത് രാജിനോടും ഒക്കെ വലിയ അനുഭാവമുള്ള ആ പ്രോജക്റ്റിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാൾ നിലയ്ക്ക് ആ കമൻറ്റ് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു നിർണായകമായ ഒരു സന്ധിയിൽ വന്നു നിന്നുകൊണ്ട് കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ നിരാശയും അദ്ദേഹത്തിൻ്റെ കടുത്ത ഫ്രസ്ട്രേഷനും കോൺഗ്രസിനോടുള്ള അകലവും എല്ലാം കാരണമായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും കോൺഗ്രസിൻ്റെ ഒരു ഫുൾ ടൈം പ്രവർത്തകനും സജീവ പങ്കാളിയുമായ ഒരാൾ വന്ന് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് എന്തോ പറഞ്ഞിരിക്കുന്നു എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തോട് വിദ്വേഷിയായിട്ടുള്ള ഒരാളാണ്. അപ്പോഴാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നതെന്ന കാര്യം കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, രണ്ട് തരത്തിലുള്ള ഒരു ഗെയിം നടക്കുന്നില്ല. ഒന്ന്, ഇടതുപക്ഷത്തിനോട് ഒട്ടി നിൽക്കുന്ന ഇടതുപക്ഷ സഹയാത്രികരായ ആൾക്കാരെ ഇപ്പോൾ UDF സ്ഥാനാർത്ഥികളാക്കുന്നു. ഇപ്പോൾ സുരേഷ് ആകട്ടെ, പ്രേംകുമാർ ആകട്ടെ, ഇത്തരം ചർച്ചകൾ നടക്കുന്നു. മറുവശത്ത് കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന, ഇപ്പോൾ ഇല്ലെന്ന് അവർ പറയുന്ന മണിശങ്കർ അയ്യരെ കൊണ്ടുവരുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള കമൻറ്റുകൾ നടത്തുന്നു. അല്ല, അതിൽ ഞാൻ നേരത്തെ ഗോവിന്ദമാഷ പത്രസമ്മേളനം മുൻനിർത്തി പറഞ്ഞല്ലോ, ഈ മീഡിയ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ വിപരീതമായ സംഗതിയാണ്. കാരണം ഈ പരിപാടിക്ക് മണിശങ്കർ അയ്യരെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നുള്ളത് സ്മാർട്ട് മൂവാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ സമയത്ത് ഇങ്ങനൊരു പരിപാടിക്ക് മണിശങ്കർ അയ്യർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് പ്രസംഗിക്കുക എന്നും അത് ഈ കോണ്ടെക്സ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന CPMന് അനുകൂലമായി ഉണ്ടാക്കുന്ന ഒരു PR വാല്യൂ എന്തായിരിക്കുമെന്നും കോൺഗ്രസ് ഉണ്ടാകുന്ന ഡാമേജ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നല്ല ധാരണയിൽ CPIM നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയിട്ടുള്ള വളരെ സ്മാർട്ടായിട്ടുള്ളൊരു മൂവാണ് ഇദ്ദേഹം ഇവിടെ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കാണേണ്ട 2023 ഇതേ പരിപാടി വെച്ചാൽ ഏതാണ്ട് സമാനമായ പരിപാടിയിൽ ഇദ്ദേഹം വരികയും ഇതേ കണ്ടന്റ് പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 പിണറായി വിജയൻ സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ വന്നിട്ട് ഏതാണ്ട് ഈ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്മാർട്ട് മൂവാണ് ആൻഡ് ഇറ്റ് വർക്ക്ഡ്. അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഒരു അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കോൺഗ്രസ് നേതാവാണോ അല്ലയോ എന്നത്. കോൺഗ്രസ് നേതാവ് എന്ന പ്രയോഗം ശരിയല്ല. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, മൊത്തത്തിലൊരു കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ മുഖമായി ദേശീയ തലത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, കോൺഗ്രസിൻ്റെ വക്താവായിരുന്ന ആളാണ്. രാജീവ് ഗാന്ധിയുടെ പ്രസംഗ എഴുത്തുകാരനായിരുന്നു, രാജീവ് ഗാന്ധിയുടെ വലം കൈയായിരുന്നു. അദ്ദേഹം ഒരു രാജീവ് ഭക്തനാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന, ഏറ്റവും കൂടുതൽ എഴുതുന്ന ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ രാജീവ് ഗാന്ധിയെക്കുറിച്ചാണ്. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ഒരു ഫേസ് എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹത്തെ പറയുന്നതിൽ വലിയ കുഴപ്പമില്ല. ഇനി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഈ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് കേരളമാണ് പഞ്ചായത്തി രാജിൽ ഇന്ത്യയുടെ ഡ്രൈവിംഗ് ഫോഴ്സ്, ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ട് ചെയ്തുള്ള സംസ്ഥാനം എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഫാക്റ്റാണ്, അതൊരു ഫാക്റ്റാണ്. അതിലേറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതും ഫാക്റ്റാണ്. പക്ഷേ വേറൊരു ഫാക്റ്റ് കൂടെ അദ്ദേഹം പറയുന്നത്, അത് കോൺഗ്രസ്സുകാർക്ക് ശല്യമാവുന്നതാണ്. കാരണം ഈ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന സംവിധാനം ആരാണ് കൊണ്ടുവന്നത്? അത് ഇന്ത്യയിൽ യാഥാർത്ഥ്യമാക്കിയത് രാജീവ് ഗാന്ധിയാണ്. നമുക്കറിയാം 64-ാം ഭരണഘടനാ ഭേദഗതി അത് രാജീവ് ഗാന്ധിയാണ് കൊണ്ടുവരുന്നത്. അത് പിന്നെ അന്ന് രാജ്യസഭയിൽ പാസ്സാകാത്തതുകൊണ്ട് പിന്നെ നരസിംഹറാവുവിൻ്റെ കാലത്താണ് അത് പൂർണ്ണമായൊരു ഭേദഗതിയിലേക്ക് വരുന്നതും. ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിയമപരമായി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. പക്ഷേ അതൊരു മണിശങ്കർ അയ്യർ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. അന്ന് രാജീവ് ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശകൻ ആരായിരുന്നു? മണിശങ്കർ അയ്യറായിരുന്നു. മണിശങ്കർ അയ്യരുടെ പ്രപ്പോസലായിരുന്നു അതെന്നാണ് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത്. അത് വസ്തുതായിരിക്കും, കാരണം ഇദ്ദേഹം എപ്പോഴും ഇതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ സ്വപ്നം അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഒരു വൈരുദ്ധ്യമെന്ന് തോന്നാം. രാജീവ് ഗാന്ധിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ആരാണ്? കമ്മ്യൂണിസ്റ്റുകളാണ്, മാർക്സിസ്റ്റുകാരാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ ബ്രെയിൻ ചൈൽഡാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യക്ക് നൽകിയുള്ള കോൺട്രിബ്യൂഷനാണ് ഈ പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള പഞ്ചായത്ത് രാജ് സംവിധാനം. ഓഫ് കോഴ്സ് ഈ പറയുന്ന മഹാത്മാഗാന്ധി ആ ഒരു സ്വപ്നമുള്ള ആളായിരുന്നു. പക്ഷേ മഹാത്മാഗാന്ധിയുടെ ഗ്രാം സ്വരാജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഗ്രാമീണമായ യാഥാസ്ഥികതകളെ, ജാതി സമ്പ്രദായങ്ങളെ, ഗ്രാമീണമായ ഉൽപ്പാദന വ്യവസ്ഥകളെ അതിന് ആ നിലയ്ക്ക് തന്നെ നിലനിർത്തുന്ന ഒരു സ്റ്റാറ്റസ്കോയിസ്റ്റ് സമീപനം, ഒരു ഫ്യൂഡൽ യാഥാസ്ഥിക സമീപനമാണ് മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നെന്നുള്ളതാണ് അതിലെൻ്റെ അഭിപ്രായം. മഹാത്മാഗാന്ധിയുടെ അഭിപ്രായം നെഹ്റു സ്വീകരിച്ചില്ല എന്നുള്ളത് ഇന്ത്യയുടെ മഹാഭാഗ്യമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ രാജീവ് ഗാന്ധിയുടെ കുറച്ചും കൂടെ ആധുനികമായ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട, ഭരണത്തിൻ്റെ വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയുള്ള ഒരു സംസ്ഥാനം കേരളമാണ് എന്നതും വസ്തുതയാണ്. അതിൽ CPIM-ന് EMS എന്നതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. പാലൊളി മുഹമ്മദ് കുട്ടി മറക്കാൻ പറ്റില്ല. പാലൊളി മുഹമ്മദ് കുട്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന ജനകീയ ആസൂത്രണം, പീപ്പിൾസ് പ്ലാനിംഗ് എന്ന് പറയുന്ന സംഗതി വരുന്നത്. അപ്പോൾ അതൊക്കെ വലിയ തോതിൽ ഈ പറയുന്ന പഞ്ചായത്തി രാജിനെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് വസ്തുതയാണ്. ഇനി ഇദ്ദേഹം ഈ മണിശങ്കർ അയ്യർ 2004 ഇന്ത്യയിൽ ആദ്യമായിട്ട് പക്ഷേ അതാണ് പറയുന്നത്, അങ്ങനെ കേരളത്തിൽ ശക്തിപ്പെട്ടു എന്ന് പറയുമ്പോഴും അതിൽ കോൺഗ്രസിൻ്റെ സ്റ്റേക്ക് ഉണ്ടല്ലോ, കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട സ്റ്റേക്ക്, അതിന് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് മിനിസ്ട്രി ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയോ? 2004 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇദ്ദേഹമാണ് അതിൻ്റെ മിനിസ്റ്ററായത്, ഈ മണിശങ്കർ അയ്യർ. അന്ന് അദ്ദേഹം ധാരാളം സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ പഞ്ചായത്തി രാജ് ഈ തദ്ദേശ LSG വകുപ്പ് മന്ത്രിമാരുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തദ്ദേശ മന്ത്രിമാരുടെ ദേശീയ കോൺഫറൻസ് അദ്ദേഹം വിളിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ടാർഗറ്റുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്, പ്രോജക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാഷണൽ ലെവലിൽ തന്നെ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ആശയം വികസിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് മണിശങ്കർ അയ്യർ. അന്നും അദ്ദേഹം, അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ, അന്ന് നടക്കുന്ന ഇത്തരം കോൺഫറൻസുകളിലൊക്കെ അദ്ദേഹം നിങ്ങൾ കേരളത്തെ കണ്ട് പഠിക്കണം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, കേരളത്തിലേക്ക് നോക്കണമെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വസ്തുതയാണ്. ഇനി പിന്നെ പക്ഷെ അദ്ദേഹം പറയാതെ വിട്ടുപോയൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് കേരളത്തിൽ ഇത്ര ശക്തമാക്കുന്നതിൽ CPM-ന് പങ്കുണ്ട്, EMS-ന് പങ്കുണ്ട്, പിന്നെ നായനാർക്ക് പങ്കുണ്ട്. നായനാരുടെ കാലത്ത് വന്നിട്ടുള്ള ജില്ലാ കൗൺസിൽ ശ്രദ്ധിക്കണം, ജില്ലാ കളക്ടറേക്കാൾ പ്രാധാന്യമുള്ളൊരു ഓഫീസായിട്ട് ജില്ലാ കളക്ടർ വരികയാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാന ആശയം അതാണ്. ഒന്ന് അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം എന്ന് പറയുന്നത് പോലെ തന്നെ EMS ഒക്കെ പറഞ്ഞ കാര്യമുണ്ട്. ജനപ്രതിനിധികളാണ്, ഉദ്യോഗസ്ഥരല്ല, ജനപ്രതിനിധികളാണ് താഴെ തട്ട് മുതൽ ഭരണാധികാരികളായിരിക്കേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിനകത്തുണ്ട്. EMS ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞ ആളാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ആശയമായിട്ട് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ കാണണം, ഇന്ന് പഞ്ചായത്തുകൾക്ക് അന്ന് EMS വിഭാവന ചെയ്ത, പാലൊളി മുഹമ്മദ് കുട്ടി വിഭാവന ചെയ്ത, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി വിഭാവന ചെയ്ത ആ അധികാരങ്ങളൊന്നുമില്ല.
ഇന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റിനേക്കാൾ അധികാരം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ്. പഞ്ചായത്ത് ബോർഡ് എന്ന് പറയുന്നത് അവരുടെ ഫണ്ടുകൾ എവിടെയൊക്കെ റോഡ് ഉണ്ടാക്കണം, അങ്കണവാടി ഉണ്ടാക്കുന്നത് അത് എവിടെ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ മാത്രം അധികാരമുള്ള ഒരു ജീവച്ഛവമായ ബോർഡായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതെന്താ സംഭവം അറിയോ? 2017 പിണറായി വിജയൻ സർക്കാർ ഒരു ഓർഡിനൻസ് പുറത്തിറക്കുന്നുണ്ട്. കേരള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ഓർഡിനൻസ്. 2017 അത് ഓർഡിനൻസ് ആവുന്നു, 2018 അത് ആക്ട് ആവുന്നു. ഒരു 1/2 ഡസനോളം നിയമങ്ങളിൽ, നേരത്തെ നിലവിലുണ്ടായിരുന്ന 1/2 ഡസനോളം നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഈ പുതിയ ആക്ട് വരുന്നത്. കേരള പ്രൊമോഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് വന്നതോടുകൂടി ഫലത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ ഇല്ലാതായി എന്നുള്ളതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പേരിലാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് ഫ്രഷ് കട്ടിനെതിരെ ആ പഞ്ചായത്തിലെ മനുഷ്യരും സർവരും ബഹളം വെച്ചിട്ടും അവർക്കൊരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഫ്രഷ് കട്ടിനെതിരെ സമരം ചെയ്ത ആൾ, അയാൾക്കെതിരെ കേസെടുക്കുന്നു, അയാൾ ഒളിവിൽ പോകുന്നു. ഒളിവിലിരുന്ന് അയാൾ മത്സരിച്ചിട്ട് അയാൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. ഒരു ദിവസം പോലും പ്രചാരണത്തിന് ഇറങ്ങാതെ ഒളിവിലിരുന്ന് മത്സരിച്ചിട്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഈ സാധനം ഇവിടെ വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വേണ്ട എന്ന് അവിടുത്തെ പഞ്ചായത്ത് മൊത്തത്തിൽ തീരുമാനിച്ചാലും നേരത്തെ അവർക്കത് വേണ്ടാതാക്കുവാനുള്ള അധികാരമുണ്ടായിരുന്നു, ലൈസൻസ് കൊടുക്കുവാനുള്ള അധികാരമുണ്ടായിരുന്നു. ഇതങ്ങനെയല്ല. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കടലാസുമായി വന്ന് എവിടെയും എന്തും ചെയ്യാൻ ഈ കേരള കേരള പ്രൊമോഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ ആക്ട് പ്രകാരം സാധിക്കുന്നു. അത് സാധിപ്പിച്ചു കൊടുത്തത് ആരാണ്? അത് പിണറായി വിജയനാണ്. അപ്പോൾ പഞ്ചായത്തി രാജിനെ കേരളത്തിൽ ശക്തിപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നത് യാഥാർത്ഥ്യമായിരിക്കെ തന്നെ പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ ഒരിക്കലും ഇല്ലാത്ത വിധം ശോഷിപ്പിക്കുന്നതിൽ പഞ്ചായത്തുകളെ നിസ്സഹായമായിട്ടുള്ള ഒരു സംവിധാനമായി പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുമ്പം അയാൾ സെക്രട്ടേറിയറ്റിന് അല്ലെങ്കിൽ ബ്യൂറോക്രസിക്ക് വിധേയനായ ഒരാളാണ്. സെക്രട്ടറിയുടെ അധികാര പരിധിയിലുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റിയതും പിണറായി വിജയൻ സർക്കാർ തന്നെയാണെന്ന് പറയണം. രണ്ടാമത്തത്, ഈ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുമ്പോൾ ഡീസെൻട്രലൈസേഷൻ ഓഫ് മണി കൂടെ അതിൽ പ്രധാനമാണ്. ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ. ഈ ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ ഏറ്റവും വലിയ ആഘാതമുണ്ടായ കാലമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. പഞ്ചായത്തുകൾക്ക് ഉള്ള ഫണ്ടുകൾ ഈ ട്രഷറി ബാനിലൂടെ മറ്റു പല സ്കീമുകൾ, സംസ്ഥാനം നടപ്പിലാക്കുന്ന സെൻട്രലൈസ്ഡ് ആയുള്ള സ്കീമുകൾക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ നീക്കിവെക്കാൻ പഞ്ചായത്തുകൾ നിർബന്ധിക്കുന്ന അവസ്ഥ വരുന്നു. നമ്മുടെ ഭവന പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സ്കീമിന് വേണ്ടി പണം കൊടുക്കുക എന്നുള്ളത് പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തമായി മാറുമ്പോൾ സംഭവിക്കുന്നത് പഞ്ചായത്തുകളുടെ ഫിസിക്കൽ ഓട്ടോണമി ഇല്ലാതാവുകയാണ്. അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഫലത്തിൽ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം സമ്പത്തിൻ്റെ വികേന്ദ്രീകരണത്തിലൂടെയേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അധികാരത്തിൻ്റെ വികേന്ദ്രീകരണവും സമ്പത്തിൻ്റെ വികേന്ദ്രീകരണവും ഏറ്റവും തടയപ്പെടുകയും ആ ഒരു ആശയം തന്നെ അടിമേൽ അട്ടിമറിക്കപ്പെടുകയും ചെയ്ത കാലമാണ് പിണറായി വിജയൻ്റെ കാലം എന്ന് പറയുന്നത്. അതുകൂടെ മണിശങ്കർ അയ്യർ പറയണമായിരുന്നു. മണിശങ്കർ അയ്യർ വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ പോലും ഈ ആക്ടിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നാണ് എന്നിൽ കൗതുകം ഉണ്ടാക്കുന്ന കാര്യം. ഓക്കെ, അന്ന് നിയമസഭയിൽ അതിനെ പ്രതിപക്ഷം എതിർത്തിട്ടുണ്ട്, നിയമസഭയ്ക്ക് പുറത്ത് എതിർത്തിട്ടുണ്ട്. പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്തിലെ പ്രതിനിധികളെ ചേർത്തിട്ട് കേരളത്തിൽ എല്ലായിടത്തും ധർണ നടത്തിയിട്ടുണ്ട്. അതിനെതിരെ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരത് മറന്നുപോയിരിക്കുന്നു. ഇങ്ങനൊരു ആക്ട് ഉണ്ടായിരുന്നെന്നും ഈ ആക്ട് വന്നതോടുകൂടിയാണ് പഞ്ചായത്തിൽ ദുർബലമായതെന്നും ദാണ്ടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ആക്ട് ഇല്ലാതാകുമെന്നുകൂടെ അവർ പറയണം. അപ്പോൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഡിബേറ്റാണ് മണിശങ്കർ മുന്നോട്ട് വെച്ചതെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുവാൻ UDFകാർക്ക് കോൺഗ്രസ്സുകാർക്ക് സാധിക്കുന്ന ഒരുപാട് ഏരിയ അതിനകത്തുണ്ട്. പക്ഷെ അവർ അതത്ര ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മണിശങ്കർ അയ്യർ കൊണ്ടുവന്നു, അദ്ദേഹം ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല പിണറായി വിജയൻ ഇനിയും മുഖ്യമന്ത്രി ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മണിശങ്കർ അയ്യർ പറയുമ്പോൾ നിശ്ചയമായിട്ട് ഇടതുപക്ഷത്തിന് അത് ആത്മവിശ്വാസം കിട്ടുന്നത് മാത്രമല്ല അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊപ്പഗാൻഡ മെറ്റീരിയലാണ്. അത് അവർ ഉപയോഗിക്കും. അവർ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. മണിശങ്കർ അയ്യരുടെ ഒരു ഡെസ്റ്റിനി, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. എപ്പോഴും അങ്ങേറിയിരിക്കുന്ന രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ളവർക്ക് ഗുണം ചെയ്യുന്ന സംഗതികൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈ പറഞ്ഞ ചായ്വാല പരാമർശം ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട നരേന്ദ്രമോദിക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നീച്ച് ആദ്മി എന്ന് പറയുന്ന ഇത് വന്നിട്ടുള്ളത്. പിന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിൽ സമയങ്ങളിലായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ. ഈ മനുഷ്യൻ ലാഹോറിൽ ജനിച്ച ആളാണ്.
പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ സംസാരങ്ങൾ കേൾക്കുമ്പോൾ പാകിസ്ഥാനെക്കുറിച്ച് പറയുമ്പം വളരെ സോഫ്റ്റായിട്ടുള്ള ലാംഗ്വേജ് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. BJP യുടെ IT സെല്ലിൽ നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുത്താറുണ്ട്. എപ്പോഴും അങ്ങനെ ഒരു അപ്പുറത്ത് ആയുധം കൊടുക്കുന്നതിൽ മണിശങ്കർ അയ്യർ നല്ല മിടുക്ക് കാണിച്ചിട്ടുണ്ട്. ആ മിടുക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് സമയത്തെടുത്ത് ഉപയോഗിക്കാൻ പിണറായി വിജയൻ കാണിച്ച സ്മാർട്ട്നെസ് അത് പ്രത്യേകം അടയാളപ്പെടുത്തപ്പെടും. അതെ, മണിശങ്കർ അയ്യർ ഈ വാക്കുകളെ എന്തായാലും ഇടതുപക്ഷം വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയോ ആഘോഷമാക്കുകയും ചെയ്യും. അതിനെ പ്രതിപക്ഷം അല്ലെ UDF എങ്ങനെയൊക്കെ തടുക്കും എന്നാണ് അറിയേണ്ടത്.